ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, ഇന്ന് കറിയോ സ്നാക്സോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമല്ല, ഇത്തിരി എണ്ണ കാച്ചിയതാണ്. അപ്പം നിങ്ങളെയും കൂടി അതൊന്ന് കാണിക്കണമെന്ന് തോന്നിയിട്ടോ. അപ്പോൾ ഇത്തിരി കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടലുകളൊക്കെ ഒരുപാട് കുറവുകളുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ അതാ ഞാൻ എണ്ണ കാച്ചാനായിട്ട് ചെമ്പരത്തി പൂവുണ്ട്, ഉള്ളി കിട്ടിയില്ല, സവോളയാണ് എടുത്തിരിക്കുന്നത്, നെല്ലിക്ക ഉണ്ട്, നമ്മുടെ എന്താ പറയുക തുളസി ഇലയുണ്ട്, കറിവേപ്പിലയുണ്ട്. ഇനി ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഉലുവയുണ്ട്, കുറച്ച് കുരുമുളകുണ്ട്, ഇത്തിരി കരിഞ്ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരുപാട് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉലുവായും കരിഞ്ജീരകവും നമ്മുടെ എന്താ പറയുക കുരുമുളകും കൂടി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇനിയിപ്പോൾ ചൂടാക്കി എടുത്തില്ല എന്നോർത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ കുറച്ച് നാളത്തിനൊക്കെ വെക്കാനും കൂടി ആയിട്ടാണല്ലോ നമ്മൾ ഈ എണ്ണ കാച്ചി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതാക്കി ചൂടാക്കി നമുക്കൊന്ന് ആദ്യം തന്നെ പൊടിച്ചെടുക്കണം. ഈ ഉലുവായും കുരുമുളകും ഇതെല്ലാം കൂടെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും തന്നെ ചെറുതായിട്ട് പൊട്ടി വരും. ഇതാ നോക്കി ഒരു ചെറിയൊരു ബ്രൗൺ കളർ പോലെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് തന്നെ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യമാണ്, നമ്മളെല്ലാം കൂടി ഇടുമ്പോൾ ചിലപ്പോൾ അത് വേറെ മാറിക്കിടക്കും. പിന്നെ ഇനി വേണ്ട നമുക്ക് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന ചെമ്പരത്തി പൂവ് കാര്യങ്ങൾ അതെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ആ ചെമ്പരത്തി പൂവിൻ്റെ നടുക്കത്തെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതങ്ങ് എടുത്ത് കളയണം. നമുക്ക് ഇതളുകൾ മതി, 5 ഇതളുകളുള്ള ചെമ്പരത്തി പൂവാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ പോയിട്ട് ഇതിനകത്ത് തുളസിയിലയുണ്ട്. അപ്പോൾ തുളസിയിലയൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ. കൃഷ്ണ തുളസിയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിലാണ് ഇത്തിരി കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കിത് നടക്കും. പക്ഷേ നമുക്കിപ്പോൾ അതിൻ്റെതായ പരിമിതികളുള്ളത്, അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ. പരിമിതികൾ ഒരുപാടുണ്ട്. പക്ഷേ ഉള്ളത് വെച്ചിട്ട് ഞാൻ വർഷങ്ങളായിട്ട് എണ്ണ കാച്ചിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. യാതൊരുവിധ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പോലും ഞാനിത് തന്നെയാണ് കുറേ നാൾ കൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പം തലനീര് ഇറങ്ങുന്നതിനും അതുപോലെ തന്നെ എന്താ പറയുക, ഈ തണുപ്പ് കാലത്തൊക്കെ തുമ്മലും ചീറ്റലും ഒക്കെ ഉണ്ടാവുമല്ലോ. കൊച്ചുങ്ങളാകുമ്പോൾ പ്രത്യേകിച്ചും മുതിർന്നവർക്കാണെങ്കിലും ഉണ്ടായി അലർജിയുടെ കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ടാണെങ്കിലും നല്ലതാണ് കേട്ടോ ഇങ്ങനെ എണ്ണ കാച്ചി വെക്കുന്നത്. അപ്പോൾ ഇതാ നമുക്ക് ഉള്ളി കിട്ടുന്നത് വല്ലപ്പോഴും ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ സവോള എടുത്തിരിക്കുന്നത്. ഇപ്പം സവോളയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല, മുടി വളരുന്നതിനൊക്കെ ആണെങ്കിലും നല്ലതാണ്. നമ്മൾ ഈ തുമ്മലും ചീറ്റലും മാത്രമല്ല, മുടി വളരുന്നതിനും ഒക്കെ ആണെങ്കിലും നമ്മളത് തലയിൽ തേക്കുന്നതിനൊക്കെ ആണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇത് നെല്ലിക്ക ഞാൻ ചെറുതായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ട് ഇനി ബാക്കി നെല്ലിക്കയൊക്കെ ഒന്ന് അരിഞ്ഞ് അതിൻ്റെ അകത്തോട്ടിട്ടിട്ട് അതും കൂടെ എല്ലാം കൂടെ കൂട്ടി നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അത് വെള്ളം ചേർത്തിട്ടേ ഇല്ല, വെള്ളം ചേർക്കേണ്ട കാര്യമില്ല നമുക്ക്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഈ പൂവും നമ്മുടെ ഇലയൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടാകുമ്പം പെട്ടെന്ന് തന്നെ നമുക്കത് അരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നോക്കിയേ, ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതാട്ടോ ഏറ്റവും നല്ലത്. പക്ഷേ എനിക്ക് എൻ്റെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയൊക്കെ തുരുമ്പെടുത്ത് പോയി, ഞാൻ കുറേ നാൾ ഉപയോഗിക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സാധാ ഒരു കടായിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ അരപ്പെല്ലാം കൂടെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. നമ്മുടെ ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെക്കുന്നതിന് മുന്നേ വേണം നമ്മുടെ ഈ നമ്മൾ അരപ്പും എല്ലാം കൂടി ഇട്ട് കൊടുക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ എണ്ണ ഒഴിച്ച് ഇതിനകത്തോട്ട് കൊടുത്തതിന് ശേഷം ആ കട്ടകളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. എങ്കിലേ നമ്മൾ ആ എണ്ണ കാച്ചുന്ന സമയത്ത് കട്ടകളൊന്നും തരികളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് ഒരേ ലെവലിൽ പാകപ്പെടുത്തി എടുക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഈ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് നമുക്ക് നല്ല അരി കഴുകിയ വെള്ളത്തിലൊക്കെ നമുക്ക് വേണമെങ്കിൽ എണ്ണ കാച്ചി എടുക്കാവുന്നേ ഉള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അരയ്ക്കുന്ന സമയത്ത് അരി കഴുകിയ കാടിവെള്ളം നമ്മൾ ഈ അരപ്പിൻ്റെ കൂടെ ചേർത്ത് നമുക്കങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ ഞാൻ അതൊന്നും ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെയും ചെയ്യാം എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ കറ്റാർവാഴ മെയിൻ സാധനമാണ്. എൻ്റെ കറ്റാർവാഴ കുഞ്ഞതാണ്, അപ്പോൾ അത് നമുക്ക് ഒടിക്കാനുള്ളതായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചിട്ടില്ല. കറ്റാർവാഴ ഏറ്റവും നല്ലതാണ് നമ്മുടെ തലമുടിക്ക്, എന്താ പറയുക, നല്ലൊരു മോയ്സ്ചർ നൽകുന്നതിന്, അതുപോലെ തലയ്ക്ക് നല്ല തണുപ്പൊക്കെ കിട്ടുന്നതിനൊക്കെ ആയിട്ട് നല്ലതാണ്. അതുപോലെ നമുക്ക് ഉപയോഗിക്കുന്നതാണ് നീലയമരി. അതൊക്കെ വീട്ടിലുള്ളവർക്കൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കാൻ ആയുർവേദ കടകളിലൊക്കെ നമുക്ക് കിട്ടാറുണ്ടെന്ന് തോന്നുന്നു നീലയമരി. അതുപോലെ തന്നെ കയ്യൂന്യം ഏറ്റവും നല്ലതാണ് ഈ തലമുടിക്ക് കറുപ്പ് കിട്ടുന്നതിനൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെയുള്ളവർ ഇതിൻ്റെ കൂടെ നമുക്ക് അരച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ചെയ്യുന്നത് മാത്രം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അരപ്പിൻ്റെ അകത്തേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പാരച്യൂട്ടിൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. പാരച്യൂട്ടിൻ്റെ ഈ ഹെയർ ഓയിലല്ല, സാധാരണ കോക്കനട്ട് ഓയിൽ വരാറുണ്ട്. അപ്പോൾ അതാണ് ഞാൻ കുറേ നാളുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കട്ടകളൊക്കെ ഒരു കുഞ്ഞു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചുടച്ച് നന്നായിട്ട് കൊടുക്കുക. അതായത് എണ്ണയും നമ്മുടെ ഈ അരപ്പും കൂടെ ഏകദേശം എല്ലാം ഒരേ രീതിയിൽ വരത്തക്ക വിധത്തിൽ കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഉടഞ്ഞങ്ങ് പൊക്കോട്ടെ. അതുപോലെ ഒരു കാര്യം കൂടെ മറന്നുപോയി പറയാനായിട്ട്, ഈ പനിക്കൂർക്കയില ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഇട്ട് കൊടുക്കാനായിട്ട്. അത് തലയിലൊക്കെ തേക്കുമ്പോൾ നമ്മൾ പുറമേയൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അലർജികളോ കാര്യങ്ങളോ ഒന്നും വരണമെന്നില്ല.
ഇനിയിപ്പോൾ ഈ എന്താ പറയുക ജലദോഷത്തിനൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ പിഴിഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ കേട്ടിട്ടുണ്ട് ചിലർക്കൊക്കെ അലർജി വരുന്നെന്ന്. അതൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളേ വരുന്നുള്ളൂ. അല്ലാതെ നമ്മുടെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുന്നതിനൊന്നും യാതൊരുവിധ സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പം 3-4 കൂട്ടം നമ്മൾ ഇതിനകത്ത് മിസ്സിങ് ആണ്, ബാക്കി മാത്രമേ ഉള്ളൂ. എങ്കിൽ നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മുടെ എണ്ണയൊന്ന് നന്നായിട്ട് കാച്ചിയെടുക്കണം. അപ്പോൾ എണ്ണയും നമ്മുടെ ഈ അരപ്പും എല്ലാം കൂടെ ഏകദേശം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പറയുക ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് നമ്മുടെ എണ്ണയൊന്ന് കാച്ചി എടുക്കാനായിട്ട് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം. അതോടൊപ്പം തന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഒരു 45-50 മിനിറ്റോളം നമുക്ക് വേണം ഇതെല്ലാം കൂടെ ഒന്ന് കാച്ചി എടുക്കാനായിട്ട്. അപ്പോൾ നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നോളുക ലോ ഫ്ലെയിമിൽ. അപ്പോൾ ഇത് ചൂടായി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ പതകൾ ഇങ്ങനെ നന്നായിട്ട് വരും, നല്ല പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ. പിന്നെ ചിലരുണ്ട് ഈ നമ്മൾ ഈ അരപ്പ് അരച്ചെടുക്കാതെ തന്നെ എല്ലാം കൂടെ അരിഞ്ഞ് നമ്മുടെ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പവഴിയാണ്. പക്ഷെങ്കിൽ പറ്റുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം എണ്ണ കുടിക്കും. അപ്പോൾ എണ്ണ കുടിക്കുമ്പോൾ നമുക്കത് നഷ്ടമല്ലേ വരുന്നത്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് 45-50 മിനിറ്റോളം നമ്മളിരുന്ന് കാച്ചി എടുക്കുന്ന എണ്ണ അത്രയും കൂടെ എണ്ണ കുടിച്ചും കൂടെ പോകുമ്പോൾ നമുക്ക് എന്ത് നഷ്ടമാണ് വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും നല്ലതാണ് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ രീതിയിൽ നമുക്കിട്ട് വലിയ കുറവുകളൊന്നും വരാനൊന്നും പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അളവുകളും കാര്യങ്ങളൊന്നും പറയാതെ ഞാൻ ഒരുപാട് എണ്ണയോ കാര്യങ്ങളോ ഒത്തിരി ഒന്നും ഉണ്ടാക്കുന്നില്ല. ഏകദേശം ഒരു 1/2 ലിറ്റർ എണ്ണയോ ഒക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ എന്താ പറയുക ഇത്രയും സാധനങ്ങളൊന്നും നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. നമുക്ക് വെളിനാട്ടിലൊക്കെ ആകുമ്പോൾ ഇത്ര ഒന്നും കിട്ടണമെന്നൊന്നുമില്ല. അങ്ങനെയുള്ളവർക്ക് തലനീരോ കാര്യങ്ങളൊക്കെ അങ്ങനെ പേടിയുള്ളവർക്ക് തുമ്മലോ അലർജിയോ ഒക്കെ ഉള്ളവർക്ക് ചെയ്യാവുന്ന പണിയാണ് കുരുമുളക്. അതൊക്കെ എത്രയാണെങ്കിലും നമ്മൾ നാട്ടിൽ നിന്ന് എത്രയാണെങ്കിലും കൊണ്ടുപോകും. ഇല്ലെങ്കിൽ മാർക്കറ്റുകളിലൊക്കെ ആണെങ്കിലും വാങ്ങിക്കാനൊക്കെ ആണെങ്കിലും കിട്ടുമല്ലോ. അതും പിന്നെ കൊച്ചുള്ളി ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സവോള എടുക്കാം. സവോള എടുത്തിട്ട് അത് മാത്രം ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ തുളസിയിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാമെന്നുള്ളൂ. ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഈ കൊച്ചുള്ളിയും നമ്മുടെ എന്താ പറയുക കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ തന്നെ അരിഞ്ഞിട്ടിട്ട് മൂപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോഴും നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് കാച്ചിയെടുക്കാം. എന്നാന്ന് വെച്ചാൽ ഒരുപാട് പതയോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ആ ഉള്ളിയുടെ ആ എണ്ണ ഒഴിച്ചു കൊടുത്താൽ ഉള്ളിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ വരുന്ന ആ പത തീർന്നതിന് ശേഷം നമുക്കത് വാങ്ങി മാറ്റി നമുക്കൊരു കുപ്പിക്കകത്താക്കി വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക അതിൻ്റെ ആ മുടി അതും വളരിയല്ലെന്നൊന്നും പറയുന്നില്ല. പിന്നെ എന്തൊക്കെ ചെയ്താലും നമ്മൾ എന്തൊക്കെ ഓയിൽ തേച്ചാൽ പോലും നമ്മുടെ ഉള്ളിലേക്ക് ഭക്ഷണം കഴിക്കാണ്ടൊന്നും എന്തായാലും വളരാനൊന്നും പോണില്ലല്ലോ. അതൊന്നും ചിന്തിക്കാവുന്നതല്ലോ. വെള്ളം കുടിക്കുക, അതുപോലെ പ്രോട്ടീൻ ഫുഡുകൾ കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾക്ക് ഹെയർ ഓയിൽ തല തേക്കാം, നര കുറയ്ക്കാം, അല്ലെങ്കിൽ മുടി വളർത്താം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ 100% ഉറപ്പിലൊന്നും നമ്മൾ ഈ എണ്ണ തേക്കുന്നത് കൊണ്ട് മാത്രമൊന്നും നമ്മുടെ മുടിയൊന്നും അങ്ങനെ വളരാനൊന്നും പോകുന്നില്ല. പിന്നെ ഈ ക്ലോറിൻ വെള്ളം ഞങ്ങളുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഇങ്ങനത്തെ എന്താ പറയുക ഭയങ്കര കട്ടിയാണ് വെള്ളത്തിന്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പ്രതിവിധി എന്ന് പറയാൻ ഇതുപോലുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഹെയർ മാസ്ക് ഉപയോഗിക്കുന്നത് എന്താ പറയുക ഈ മുട്ടയുടെ വെള്ളയും നമ്മുടെ റോബസ്റ്റ പഴവും അതുപോലെ തന്നെ ആവണക്കെണ്ണയും കൂടെ മിക്സ് ചെയ്ത് പിന്നെ പോരാത്തന്നെ നമ്മൾ ഈ കാച്ചെണ്ണയും കൂടെ കൂട്ടി മിക്സ് ചെയ്തിട്ട് തലയിൽ ഒരു 20-25 മിനിറ്റ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. അത് ഈ പഴം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അരിച്ചെടുക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു കറുത്ത് വരുന്ന അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് മാറിക്കിട്ടും. പിന്നെ മുട്ടയുടെ വെള്ളയും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് തലയിൽ തേച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ തലമുടിക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. അതായത് നമ്മൾ ഈ കണ്ടീഷണറൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എഫക്റ്റ് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഹെയർ മാസ്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഉലുവ തേക്കുന്നത് നല്ലതാണ്. ഉലുവയൊക്കെ തലയ്ക്ക് നല്ല തണുപ്പാണ്. അപ്പോൾ ഈ തലനീരൊക്കെ ഇറങ്ങുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ ഉലുവയൊക്കെ നമ്മൾ അങ്ങനെ ഉലുവ തന്നെ അരച്ചൊക്കെ തലയിൽ തേക്കുന്നത് അല്ലെങ്കിൽ ഉഴുന്ന് അരച്ച് തല തേക്കുന്നതൊക്കെ ഒരു എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാരണം മുട്ടയുടെ വെള്ളം മാത്രം തലയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇതുവരെ മുടിക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ് കേട്ടോ. ഞങ്ങളൊക്കെ ഇത് ചെയ്യുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ മുടി കൊഴിച്ചിലിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ. അതുപോലെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ എണ്ണ കാച്ചി ഇത് കണ്ടോ, നമ്മുടെ എണ്ണ തിളച്ചെന്നല്ല അത് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ചൂടായി വരുന്നതിനനുസരിച്ച് അതിൻ്റെ പത ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പത കൂടി അത് മൂത്ത് വരുന്നതിനനുസരിച്ച് പത ആദ്യം കൂടിക്കൊണ്ടിരിക്കും. പിന്നെ മൂത്ത് ഒരു നല്ല മൂപ്പത്ത് കഴിയുമ്പോഴത്തേക്കും പറ്റുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പതകളെല്ലാം ഒന്ന് താന്നു വരും. അതാണ് ശരിക്കുമുള്ള പാകം എന്ന് പറയുന്നത്, എണ്ണ കാച്ചി പാകം എന്ന് പറയുന്നത്. അപ്പോൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക, എല്ലാ ഭാഗവും ഒരുപോലെ ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ.
അതുപോലെ ഉള്ളിയും കുരുമുളകും കൂടി ഇട്ട് എണ്ണ കാച്ചുന്ന കാര്യം പറഞ്ഞല്ലോ, തലനീരൊക്കെ ഇറങ്ങുന്നവർക്ക്. അതുപോലെ തന്നെ നമുക്ക് മുടി കറക്കാനായിട്ട് നല്ല കറുത്ത മുടി എന്ന് വെച്ചാൽ 100% ഒന്നും പറയുന്നൊന്നുമില്ല, പക്ഷേ എന്നാലും ഒരു പരിധിവരെ ചെയ്യാവുന്ന കാര്യമാണ് നമ്മുടെ കറിവേപ്പില. അതൊക്കെ നമുക്ക് മാർക്കറ്റുകളിൽ കിട്ടുന്നതാണല്ലോ, നമ്മളൊക്കെ കറിയൊക്കെ ഇടാനായിട്ട് നമ്മൾ കൂടുതൽ വാങ്ങിക്കാറുള്ളതാണല്ലോ. അപ്പോൾ കറിവേപ്പില ഇട്ട് എണ്ണ കാച്ചി എടുക്കുന്നതും അതുപോലെ തന്നെ നല്ലതാണ് കേട്ടോ, മുടിക്ക് കറുപ്പിന് നല്ലതാണ്. പിന്നെ ഈ തുളസിയില നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു മുടിക്കൊരു നല്ലൊരു തിളക്കം കിട്ടും. തുളസിയില ഇട്ട് കാച്ചി നമ്മൾ എണ്ണ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിളക്കം കിട്ടും. അതുപോലെ ഔഷധ ഗുണവും ഉള്ളതാണല്ലോ. അതുപോലെ ചെമ്പരത്തിപ്പൂവ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ മുടിക്ക് കറുപ്പിന് നല്ലതാണ്, മുടി വളരുന്നതിനും ഏറ്റവും നല്ലതാണ്. അതുപോലെ ചെമ്പരത്തിപ്പൂ വെറുതെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേന്ന് നമ്മളത് എടുത്ത്, അതായത് ഒരു അരക്കപ്പ് വെള്ളത്തിലൊക്കെ മതിയാവുന്നേ, കുറച്ച് ചെമ്പരത്തിപ്പൂവ് ഇട്ട് വെച്ചിട്ട് പിറ്റേന്ന് നമ്മളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിഴിഞ്ഞെടുത്ത് കഴിയുമ്പോൾ അതൊരു ഷാമ്പൂ നമ്മളെങ്ങനെയാണോ ആ ഒരു, അതായത് ചെമ്പരത്തി താളിയായിട്ട്, അപ്പോൾ അത് അതിൻ്റെ അകത്ത് വെള്ളമൊന്നും ചേർക്കണ്ട, അത് നമ്മൾ തലയിൽ തേച്ച് നമുക്കത് കുറച്ച് നേരം തലയിൽ വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അങ്ങനെ തേച്ചിട്ട് പിന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പം കഴുകിക്കളയാം എന്ന് വെച്ചുകൊണ്ട് ഒരു കാര്യം പറയട്ടെ, തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും. അപ്പോൾ തലനീരിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ സവോളയുടെ നീര് തന്നെ പിഴിഞ്ഞെടുത്തിട്ട് തലയിൽ, അപ്പോൾ ചെറിയൊരു മണമൊക്കെ ഉണ്ടാകും കേട്ടോ. ഇതിന് മണമല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. പക്ഷെങ്കിൽ മുടിയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് അത് പറഞ്ഞൊരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ എന്താ പറയുക, അതൊന്ന് കഴുകിക്കളയണം. അതും മുടി വളരുന്നതിന് നല്ലതാണ്. പക്ഷെങ്കിൽ അതിന് ചെറിയ സൈഡ് എഫക്റ്റ് ഉള്ളതായിട്ട് കേൾക്കുന്നുണ്ട്, ചിലർക്കൊന്നും അത് പിടിക്കത്തില്ല. അതുപോലെ തന്നെ അതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കുന്നതിന് മുന്നേ എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോയെന്ന്, സവോള നമ്മൾ ദിനം പ്രതി നമ്മൾ കഴിക്കുന്നതാണെങ്കിൽ പോലും നമ്മളത് ഇതൊക്കെ തലയിൽ തേക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും, എന്തെങ്കിലും സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒക്കെയോ ഉണ്ടോ എന്നുള്ളത്. പിന്നെ ഞാൻ ഈ പറയുന്നതെല്ലാം കൊണ്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അറിവുകൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഈ എണ്ണ കാച്ചുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാടങ്ങ് അറിവോ കാര്യങ്ങളോ എനിക്കില്ല. പക്ഷേ എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്ന ആ ഒരു രീതി ഞാനിപ്പോഴും തുടർന്ന് പോകുന്നു. അതെന്ന് വെച്ചാൽ ഒരു 13 വർഷം കൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ഇത്രയും ചെക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇന്നതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നുള്ളത് നമ്മൾ എന്തായാലും അത് അറിഞ്ഞിരിക്കുമല്ലോ. പ്രത്യേകിച്ചും അറിയാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ എത്രയാണേലും നമ്മളത് അറിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാനപ്പോൾ എൻ്റെ ആ ഒരു എന്താ പറയുക, ഞാൻ ചെയ്യുന്ന രീതികളും അതുപോലെ എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞാനത് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ തെറ്റുകുറ്റങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കരിഞ്ജീരകം. അത് സ്വാഭാവികമായിട്ടും കേട്ടിട്ടുണ്ടല്ലോ, കരിഞ്ജീരക എണ്ണ ഏറ്റവും ബെറ്ററാണ്, തലമുടിക്ക് ഏറ്റവും ബെറ്ററാണ്. പക്ഷേ അത് അലർജി ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓവറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ജീരകം ചൂടാണെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളതൊരു ഒരുപാട് ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല. എന്താ പറയുക, കരിഞ്ജീരകം നമ്മൾ ഈ എള്ളുണ്ട പോലെയൊക്കെ ചെയ്യാറില്ല, അങ്ങനെയൊക്കെ കഴിക്കുന്നതുമൊക്കെ നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മുടിയുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി കറക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. പക്ഷേ ചൂടായതുകൊണ്ട് തന്നെ ഒരുപാട് ഉപയോഗിച്ചു കൂടാ, ചിലർക്കത് അലർജി ഉണ്ടാവും, അത്രയേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, പറഞ്ഞ് വന്ന് നമ്മുടെ എണ്ണ കാച്ചുന്ന പരിപാടി ഏകദേശമൊക്കെ പതകളൊക്കെ ഇങ്ങനെ കുറഞ്ഞ് നോക്കിക്കേ, നമ്മൾ ആദ്യം ആ എണ്ണയുടെ കളറ് തന്നെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ പച്ചമരുന്നിൻ്റെ കൂട്ടെല്ലാം ഏകദേശം ഇതിൻ്റെ അകത്ത് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എണ്ണയുടെ കളറൊക്കെ ഒന്ന് മാറി പതകളൊക്കെ ഏകദേശം ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം കരിഞ്ഞു പോകാതെ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. പൂർണ്ണമായിട്ടും പത അങ്ങ് നീക്കാനായിട്ട് നോക്കണ്ട. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീനച്ചട്ടിക്ക് നല്ല ചൂടുള്ളിടത്തോളം സമയം തന്നെ അതിൻ്റെ പതകൾ തന്നെ അങ്ങ് കുറഞ്ഞു വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൈവിടാതെ കുറേ സമയം കൂടെ ഇളക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ കാച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, കുറച്ച് പതയുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, അത് ചീനച്ചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായിട്ട് അതങ്ങ് ആയി മാറിപ്പോക്കുള്ളൂ കേട്ടോ. എണ്ണ നല്ല രീതിയിൽ തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു കുപ്പിയിലാക്കി മാറ്റി വയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാവും ഞാനൊരു ഒരു സാധാ തുണിക്കകത്തോട്ട് അതിൻ്റെ അകത്തെ കക്കനൊക്കെ ഒന്ന് മാറി കിട്ടണമല്ലോ, അല്ലെങ്കിൽ പൊടികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ കുപ്പിക്കകത്തോട്ട് ഒരു 2 ടീസ്പൂൺ എന്താ പറയുക ആവണക്കെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും നല്ലതാണ്, മുടി വളരാൻ ഏറ്റവും നല്ലതാണ്, മുടിക്ക് പുരികത്തിനൊക്കെ ഏറ്റവും നല്ല സാധനമാണ് ആവണക്കെണ്ണ കേട്ടോ. ഹെയർ മാസ്ക് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ ഒരുപാട് ആവരുത്. എന്നാന്ന് വെച്ചാൽ നല്ല ഇഴുകലുണ്ടാവും ഈ ആവണക്കെണ്ണയ്ക്ക്, ഭയങ്കര കട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഹെയർ മാസ്കിനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇത്തിരി കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ എന്നാ
ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ കോരി ഒഴിച്ച് നമുക്കൊരു കുപ്പിക്കകത്തോട്ട് വെക്കാം. പക്ഷേ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വലിയ കുപ്പി എടുത്തിരുന്നത്. ഞാൻ സ്ഥിരമായിട്ട് എണ്ണ കാച്ചി വെക്കുന്ന ഒരു കുപ്പി ആയതുകൊണ്ട് അത് കഴുകി അതിൻ്റെ അകത്തോട്ട് തന്നെ ഒഴിച്ച് വെക്കാമെന്ന് വെച്ചു. പക്ഷേ ഒരുപാട് എണ്ണ ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ ആ കുപ്പിക്കകത്തോട്ട് നോക്കിയപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കാണാനായിട്ട്. പിന്നെ സാരമില്ല, പിന്നെ ആണെങ്കിലും കാച്ചി വെക്കാമല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. അത് പതുക്കെ ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നോളൂ കേട്ടോ. പിന്നെ ഈ നമ്മൾ കാച്ചിയെടുക്കുന്ന ബാക്കി വരുന്ന ഈ കക്കനുണ്ടല്ലോ, കക്കൻ എന്നാണല്ലോ പറയുക. അപ്പോൾ നമുക്കത് വെറുതെ കളയണമെന്നില്ല. അന്ന് നമ്മൾ തലമുടിക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. അത് വെറുതെ കളയേണ്ട കാര്യമില്ല. ഇത്തിരി പണിയാവും എന്നുള്ളതേ ഉള്ളൂ. അത് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് എന്തെങ്കിലും ഒരു ക്യാപ്പ് ഇട്ട് വെച്ച് കവർ ചെയ്ത് വെക്കുകയോ ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇതും കൂടെ നമ്മുടെ തലമുടിക്ക് കിട്ടും. കാരണം ഒരുപാടൊന്നും ഇല്ലെങ്കിൽ പോലും അതിൻ്റെ അകത്തെ എണ്ണയുടെ അംശം എത്രയാണെങ്കിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത്തിരി പണിയാണ് കേട്ടോ. അത് കഴുകി കളയാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ ഈ എണ്ണ ആഴ്ചയിൽ ഒരു 3 ദിവസം നമുക്ക് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും. കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് തലയിൽ തേച്ച് പിടിപ്പിക്കുക. അത് കഴിഞ്ഞ് എണ്ണ തലേന്ന് ഇങ്ങനെ ഇരിക്കുന്നവർ ഇഷ്ടമല്ലാത്തതുണ്ടെങ്കിൽ മൈൽഡ് ഷാമ്പു വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ല താളിയൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിലേ ഉള്ളൂ. കൂടുതലും ഷാമ്പു ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകി കളഞ്ഞാൽ മതിയാവും. ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഹിമാലയയുടെ ഹെയർ ഫോൾ ഷാമ്പു ആണ് കേട്ടോ. ഏറ്റവും എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയതാണ്. അതുപോലെ തന്നെ ഈ കട്ടിയുള്ള വെള്ളത്തിലൊക്കെ ആകുമ്പോൾ ഹിമാലയയുടെ ഷാമ്പു വലിയ കുഴപ്പമില്ല, ഹെയർ ഫോളിനും നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ ഒരു ഓപ്ഷൻ ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മുടെ എണ്ണ കാച്ചിലൊക്കെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ചില ടിപ്സുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞതേ ഉള്ളൂ. ചിലത് തെറ്റുണ്ടാവാം, ചിലത് ശരിയുണ്ടാവാം. അപ്പോൾ എന്താ പറയുക, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കരുത്. വേറെ എന്തെങ്കിലും ടിപ്സുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ടാറ്റാ.